മറ്റൊന്നുമല്ലപ്പാ എന്നാശ, വേറൊന്നുമല്ലപ്പാ എൻ വാഞ്ച. മറ്റൊന്നുമല്ലപ്പാ എന്നാശ, വേറൊന്നുമല്ലപ്പാ എൻ വാഞ്ച. ഒരു നിഴലാ നിത്യ തുണയാ നിന്നരുകിൽ തുടരേണം. ഒരു നിഴലാ നിത്യ തുണയാ നിന്നരുകിൽ തുടരേണം. യേശുവേ പൊന്നേശുവേ, യേശുവേ അങ്ങെ സ്നേഹിക്കുന്നേ. യേശുവേ എൻ്റെ യേശുവേ, യേശുവേ അങ്ങെ സ്നേഹിക്കുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 144 1ഉം 2ഉം വാക്യങ്ങളാണ്. എൻ്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ യുദ്ധത്തിന് എൻ്റെ കൈകളെയും പോരിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. എൻ്റെ ദയയും എൻ്റെ കോട്ടയും എൻ്റെ ഗോപുരവും എൻ്റെ രക്ഷകനും എൻ്റെ പരിചയം ഞാൻ ശരണമാക്കിയവനും എൻ്റെ ജനത്തെ എനിക്ക് കീഴാക്കി തരുന്നവനും അവൻ തന്നെ. ആമേൻ. എത്ര വാക്കുകളാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ദയ, എൻ്റെ കോട്ട, എൻ്റെ ഗോപുരം, എൻ്റെ രക്ഷകൻ, എൻ്റെ പരിച, ശരണം. എനിക്ക് എന്ത് ശുശ്രൂഷ ചെയ്യണോ അതെൻ്റെ കൈകളിൽ തരുന്നവൻ. നമുക്ക് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കാം. പറയുകയാണ് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എന്താണ്? യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായിട്ട് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. നാളുകളിൽ ഞാൻ നേരിടുന്ന എൻ്റെ യുദ്ധങ്ങളെ ജയിക്കാൻ ഇന്നുകളെ എനിക്ക് അഭ്യാസനം തരുന്നൊരു ദൈവം. നിങ്ങൾ ഈ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നതെല്ലാം നാളുകളിൽ ജയിക്കുവാൻ വേണ്ടിയുള്ള ഒരു അഭ്യസനമാണ്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന സ്ട്രഗിളുകളെല്ലാം നാളുകൾക്ക് വേണ്ടി ഒരു മുൻകരുതലാണ്. അനേകർ തൂക്കുന്നിടത്ത് നീ ജയിക്കാനും, അനേകർ പിന്മാറുന്നിടത്ത് നീ മുന്നേറുവാനും, അനേകർ തല താഴ്ത്തുന്നിടത്ത് നിന്റെ തല ഉയരുവാനും, അനേകർ ലജ്ജിക്കുന്നിടത്ത് നീ പ്രശംസാ വിഷയമാകുവാനും നാളുകളുടെ പ്രശ്നങ്ങളെ എന്ന് തന്നെ നിനക്ക് ജയം തരും. ദാവീദ് പറയുകയാണ്, എന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഓർക്കും, ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ടില്ലേ? ചെറുപ്രായത്തിലെ അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം അനുഭവിക്കാതെ കാടുകളിൽ ചെന്നില്ലേ? ആ കാടുകളിൽ കിടന്നപ്പോൾ അവനെ തകർക്കാൻ കരടി വന്നില്ലേ? സിംഹം വന്നില്ലേ? എന്തൊരു അപകടമാണതൊക്കെ! ഒരിടത്തും വിടുതലില്ല. പക്ഷേ ആ കാട്ടിൽ ചെന്നതും അവിടെ കിടന്നുറങ്ങിയതും അവിടെ പാട്ടുപാടിയതും അവിടെ അവൻ നേരിട്ട സിംഹവും കരടിയും അതിന്മേലുള്ള ജയമാണ് നാളുകളിൽ ഗോലിയാത്ത് എന്ന ആ വലിയ ശത്രുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവന് ബലം നൽകിയത്. അപ്പോൾ അവൻ പറയും, ആ സിംഹം എൻ്റെ നേരെ വന്നത് എനിക്കൊരു അഭ്യസനമായിരുന്നു, ആ കരടി എൻ്റെ നേരെ വന്നത് എനിക്കൊരു അഭ്യസനമായിരുന്നു. അതിൻ്റെ മുമ്പിൽ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇസ്രായേൽ ജനത്തിനെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ ജയിക്കാൻ കഴിയത്തില്ലായിരുന്നു. യെസ്, നിങ്ങൾ കടന്നു പോകുന്നെല്ലാം ഒരു മുൻകൂട്ടി ദൈവം ഇടുന്നതാണ് ജയിക്കാൻ വേണ്ടി. രാജാവായ ശേഷവും ബലഹീനരായ കഴിവില്ലാത്ത 400 പേരുമായിട്ട്, അശരണരും കഴിവില്ലാത്തരായ കടക്കാരുമായ 400 പേരുമായിട്ട് ഈ മനുഷ്യൻ കാടുകളിലേക്ക് ഓടുകയാണ്. ആ കാടുകളിൽ സിംഹവും കരടിയും ഘോര മൃഗങ്ങളും ഈ മനുഷ്യനെ എതിരിടുകയാണ്. ജീവരക്ഷാർത്ഥം ഇവരെ 2 കൈയിൽ കല്ല് പെറുക്കി എറിയുക.
ആ കാടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവർ ഒരു രോമത്തിന് പോലും തെറ്റാതെ എറിയുന്ന നല്ല അഭ്യസനം ലഭിച്ച യുദ്ധവീരന്മാരാകുകയാണ്. ആ ബലത്തോടെയാണ് ദാവീദിന്റെ വീരന്മാർ എഴുന്നേൽക്കുന്നത്. സ്തോത്രം. ദാവീദ് പറയും, എന്നെ അഭ്യസിപ്പിക്കുകയായിരുന്നു, കാട് എന്നെ അഭ്യസിപ്പിക്കുകയായിരുന്നു, മരുഭൂമി അഭ്യസിപ്പിക്കുകയായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ എതിർപ്പുകളെല്ലാം എനിക്ക് അഭ്യസനം ലഭിക്കുകയായിരുന്നു. എന്തിനു വേണ്ടി? നാളുകളിൽ ജയാളിയായ ഒരു രാജാവാകാൻ, നാളുകളിൽ ജനം അംഗീകരിക്കുന്ന ഒരു രാജാവാകാൻ. സ്തോത്രം. 40 സംവത്സരം രാജാവായിരുന്ന ദാവീദ് തൻ്റെ മുടി തൊട്ട് നഖം വരെ നോക്കിയാൽ ഒരിടത്ത് പോലും മുറിവുകളോ ഒരിടത്ത് പോലും ശത്രുവിൻ്റെ ആയുധങ്ങളുടെ പാടുകളോ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. പറയും, ഇന്നലകളിൽ എന്നെ ദൈവം അഭ്യസിപ്പിച്ചത് കൊണ്ട് ശത്രുവിൻ്റെ ഒരായുധവും എൻ്റെ മേൽ വന്നില്ല. ആമേൻ. നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളോടായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ തകർക്കാനല്ല കേട്ടോ, പരിശീലനമാണ്, അഭ്യസനമാണ്. കാരണം ദൈവം നിന്റെ കോട്ടയാണ്, ദൈവം നിന്റെ ഗോപുരമാണ്, ദൈവം നിന്റെ രക്ഷകനാണ്, നിന്റെ പരിചയമാണ്, നിന്റെ ശരണമാണ്. നീ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ ഉത്തരവാദിത്വം നിവർത്തിക്കുവാൻ വേണ്ടി നിന്നെ ശക്തനാക്കുകയാണ്. ഇദ്ദേഹം രാജാവാണ്. പറയാണ്, ആ ജനങ്ങളെല്ലാം ദൈവം എന്നെ കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇതിനകത്തുനിന്നൊരു ദൂത് പറയുന്നു. നിങ്ങളെ ഏൽപ്പിച്ച പൊസിഷൻ്റെ മേൽ ഒരു വലിയ അധികാരം ദൈവം നിങ്ങൾക്ക് തരാൻ പോയ, അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ആരും നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കാൻ കഴിയാതെ വണ്ണം അതിൻ്റെ മുകളിൽ നിങ്ങളൊരു അധികാരിയാകാൻ പോവുകയാണ്. നിങ്ങളുടെ അധികാരത്തിൻ്റെ ശക്തിയെ ദൈവം ബലപ്പെടുത്താൻ പോവുകയാണ്. എവിടെ നിന്നൊക്കെ വരുന്ന ചില എതിർപ്പുകൾ, ആരൊക്കെയോ നിങ്ങളുടെ ഈ മുൻപോട്ടുള്ള ഉയർച്ചയെ തകർത്ത് കളയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ പറയുന്നു, എല്ലാം ദൈവം നിങ്ങൾക്ക് കീഴാക്കി തരും. നിങ്ങൾക്കൊരു ജയമുണ്ട്. ആമേൻ. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ വലിയ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവർ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ജയമുണ്ട്. ചില വിഷയങ്ങളൊക്കെ സോൾവ് ആകാൻ പോയ, ചില വിഷയങ്ങളൊക്കെ തീരാൻ പോവുകയാണ്, ചില വിഷയങ്ങൾ ശാന്തത വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വിരോധമായി സംസാരിക്കുന്ന ചില മേൽ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുമായി രമ്യതയിലെത്താൻ പോവുകയാണ്. ചില വിഷയങ്ങൾ സോൾവ് ആകുന്നു. യെസ്, കർത്താവ് നിങ്ങളെ സഹായിക്കുന്നു. ഇന്നത്തെ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്തോ. ദൈവം നിങ്ങളെ അഭ്യസിപ്പിക്കുന്നു ജയത്തിന് വേണ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച എല്ലാ പ്രശ്നങ്ങളും അങ്ങ് ഞങ്ങളെ പണിതെടുത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങൾ അഭ്യസിപ്പിച്ച ഓരോ വഴികൾക്കായി കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബം കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ കർത്താവെ, അവർ ചില കർത്താവെ മുമ്പോട്ടേക്ക് പോകാനുള്ള വഴികൾ അതിലൂടെ തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ചില അഭ്യസനങ്ങൾ അങ്ങ് നൽകുന്നതിന് നന്ദി പറയുന്നു. പിതാവെ, യേശുവിൻ്റെ നാമത്തിൽ ഇവർക്കൊരു ജയകരമായ ജീവിതം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഇന്നത്തെ ദിവസത്തെ അങ്ങ് നടത്തണം. ഇന്നത്തെ ദിവസം പോകുന്ന എല്ലാ മേഖലകളിലും ജയകരമായി മുമ്പോട്ട് പോകുവാൻ അങ്ങ് ഒരു അഭ്യസനം നൽകുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ കുടുംബത്തെ, പ്രിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് യുവതലമുറകളെ യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന സ്ട്രഗിളുകളുടെ മേൽ ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞ് എപ്പോഴും എനിക്ക് യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ല, യുദ്ധങ്ങൾ മാത്രമല്ല, ജയം ദൈവം തരാൻ പോവുകയാണ്. ദാവീദ് ചെന്നിടത്തല്ല ദൈവം അവന് ജയം തന്നു എന്ന് പറഞ്ഞതുപോലെ ഇനി യുദ്ധങ്ങളല്ല, ജയത്തിൻ്റെ കാലങ്ങൾ. കർത്താവ് ഈ പ്രിയപ്പെട്ടവർ കൊടുക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. അവർ ഒരു അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വ്യക്തികളായി തീരട്ടെ. അവരിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. കടക്കിണികൾ മാറട്ടെ. അവരുടെ സമ്പത്തുകൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ചിലർ ചതിച്ച് അതവർക്ക് തിരിച്ചു കൊടുക്കാതെ വണ്ണം മറ്റ് പല കാര്യങ്ങളും പറഞ്ഞ് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടാതെ വണ്ണം ബ്ലോക്കായി കിടക്കുന്ന ചില പ്രോബ്ലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് ഇവരുടെ സമ്പത്തുകൾ പലിശയോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ മുതലോടുകൂടെ, ആമേൻ, അതിൻ്റെ നഷ്ടങ്ങളോടുകൂടെ പകരം കൊടുക്കുന്ന നിലകളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ നന്മകൾ മിസ്രയീമിൽ പിടിച്ചു വെച്ചെങ്കിൽ ദൈവം പുറത്തു കൊണ്ടുവന്നപ്പം അതിൻ്റെ സകലവും
തീർത്ത് ദൈവം പുറത്തു കൊണ്ടുവന്നത് പോലെ യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ഇവരുടെ കൈകളിലേക്ക് വരട്ടെ. ഞങ്ങൾ ആത്മാവിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ഈ വോയിസ് ഓഫ് ലവ് ഫാമിലിയെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് അടുത്ത ദിവസവും വളരെ സന്തോഷത്തോടെ കാണാം. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും യേശുവയുടെ കാര്യം കൂടെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.